നമസ്കാരം. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അനധികൃത കെട്ടിടങ്ങളും ഇറക്കിക്കെട്ടിയതും നീക്കുന്ന കർശന നടപടിയിലേക്ക് നീങ്ങുമ്പോൾ പൊതുജനത്തിന്റെ അഭിപ്രായം തേടുകയാണ്. ഇത് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത്. നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായിട്ടുള്ള അബ്ദുൽ ഖാദർ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ എടവണ്ണപ്പാറയിലെ ഇരു ഭാഗങ്ങളിലുള്ള കടകളുടെ ഇറക്കി കെട്ടിയ ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് എടവണ്ണപ്പാറ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി കഴിഞ്ഞാൽ ഒരു വലിയ സിറ്റിയാണ് എടവണ്ണപ്പാറ. വാഴക്കാട് പഞ്ചായത്തിൻ്റെ മർമ്മാണ്. പല ഭാഗത്തു കൂടിയും ഇതിലെ ആൾക്കാർ എയർപോർട്ടിലേക്കും മലപ്പുറത്തേക്കും പല ആവശ്യാർത്ഥം ഹൈ സ്പീഡിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കറിയില്ല ഇവിടുത്തെ ഈ റോഡിൻ്റെ വീതി ഇടിഞ്ഞ അവസ്ഥ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. പിന്നെ ഗവൺമെൻറ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അവർ ഒരു പഞ്ചായത്ത് അധികാരം ഏറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സ്ഥലം ഓൾറെഡി കിടക്കുന്നുണ്ട്. ഓരോ കടക്കാരും മുന്നോട്ട് ഇറക്കി കെട്ടി അവർ ഈ റോഡിലേക്ക് എത്തിന്. അത് പഞ്ചായത്ത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഗവൺമെന്റിലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്ത സ്ഥലം നിങ്ങൾ തിരികെ തരണം, അല്ലാതെ നിങ്ങൾ ബിൽഡിങ് പൊളിക്കണം എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഓൾറെഡി ഞാനും ഒരു ബിൽഡിംഗ് ഓണറാണ്. ഞങ്ങളെ വിട്ട് 3 മീറ്റർ വിട്ടത് അത് കറക്റ്റായിട്ട് വിട്ട് എല്ലാ നിയമവും പാലിച്ച ഒരാളാണ് ഞാൻ. അതിൽ പഞ്ചായത്തിൽ കൊടുത്ത എല്ലാ വിവരങ്ങളും അതേപോലെ തന്നെ ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടാൽ പോരാന്ന് എൻ്റെ അഭിപ്രായം. ഇത് പൊളിച്ചത് പെട്ടെന്ന് ഇത് ലെവലാക്കി റോഡാക്കി മാറ്റണം, അല്ലെങ്കിൽ ഇത് പഴയപടി തന്നെ വീണ്ടും ഇറങ്ങാനാണ് സാധ്യത. ഇങ്ങനെ ഇത് സംഭവം ഒരു നല്ല ഒരു പ്രതീക്ഷ ഉണ്ട്. ഈ നല്ല വീതിയൊക്കെ ആയി തുടങ്ങും. ഈ പഞ്ചായത്ത് തന്നെ എടുത്താൽ തന്നെ ക്ലിയറായി. ഒരു ബിൽഡിംഗ് ഓണർ കൂടിയാണ് നമ്മോടിപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കെട്ടിടമടക്കം ഈ ഒരു ആവശ്യത്തോട് സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ബിൽഡിംഗ് ഓണറെ ഇതിലേക്ക് ഞാൻ ചർച്ചയിലേക്ക് തന്നെ പറഞ്ഞതാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് അഡ്വക്കേറ്റ് നൗസാദ് സാഹിബിനൊന്നും ആരും ഒന്ന് എതിർത്ത് സംസാരിക്കുക ഒന്നും ഇതിലും പെട്ടൂല എന്നുള്ള അഭിപ്രായം തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ നിയമമാണ് ഓല് നടപ്പാക്കുന്നത്. അഥവാ ഇത് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് മാറ്റും. അഥവാ ആരാണോ ഭരിക്കണ എതിർ പാർട്ടിക്കാർ അതിൽ മുതലെടുത്ത് അവരിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അത് ഉണ്ടാക്കരുത് എന്ന് ഞാനിപ്പം ഓണർമാരെ ഇതിൽ തന്നെ ഞാനിപ്പം നിരന്തരം ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നിയമം നടപ്പിലാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് അത് നടപ്പിലാക്കി വരുമ്പോൾ അത് എതിർ പാർട്ടിയിലേക്ക് ആളെ മറിക്കാനുള്ള ഒരു അവസരമാക്കി ദുരുപയോഗം ചെയ്യരുത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. എടവണ്ണപ്പാറയിൽ ഏറെ പ്രയാസമുണ്ടാക്കിയ ഒരു കടയാണ് ഈ ഒരു പുതുതായി ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾക്കകം ഫ്രണ്ട് ഭാഗം പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നൊരു കടയാണിത്. ഇവിടെ ഇപ്പോൾ വിശാലമായ കച്ചവടം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ കടയുടമയോടുകൂടി ഇതിന്റെ ഒരു വിശേഷം നമുക്ക് ചോദിക്കാം. ഈ ഒരു ഇറക്കിക്കെട്ടൽ പൊളിച്ചുമാറ്റൽ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ് അഭിപ്രായമാണ്? പിന്നെ റോഡും വികസനമൊക്കെ കാണും, അതിനനുസരിച്ചുള്ള ഇതൊക്കെ ഇതായി. പിന്നെ എല്ലായിടത്തും പൊളിക്കണം. ആ രീതിയിൽ വികസനം എല്ലാവർക്കും ആവശ്യമാണ്. ആ രീതിയിൽ ഉടമകൾക്കും യാത്രക്കാർക്കും അത് സൗകര്യമാകുന്ന രീതിയിൽ ആയിരിക്കണം എന്നാണ്. നിങ്ങളുടേത് പൊളിച്ചു കഴിഞ്ഞു, മറ്റേത് നിന്ന് പോകുന്ന കണ്ടീഷൻ ഉണ്ടാവരുത്. എല്ലാവർക്കും ഒരു തുല്യമായ നീതി ഉണ്ടാവണം എന്നുള്ളത്. എല്ലാവർക്കും ഒരേ നീതിയിൽ നല്ല പെരുമാറ്റത്തോടെ എല്ലാവരും സഹകരിക്കാം, അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായി നമ്മൾ പ്രതികരിക്കുന്നത് പൊതുപ്രവർത്തകൻ കൂടിയായിരുന്ന കാലിക്കയാണ്, ചെറുവട്ടൂര്. ഈ ഒരു പുതിയ പദ്ധതിയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം, പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടം അങ്ങനല്ലേ, പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ കൂടി വരികയാണ്, ജനപ്പെരുപ്പം കൂടുകയാണ്. അതിൻ്റെതായ പിന്നെ എന്തൊരു പദ്ധതി വരുമ്പോഴും അതിൻ്റെതായ ദോഷം ഉണ്ടാവും, ഒരു ഫലം ഉണ്ടാവും, ഗുണമുണ്ട്. നിങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതിന് ദോഷമാണോ ഫലമാണോ കൂടുതൽ? ഗുണം തന്നെയാണ്. താൽക്കാലികമായ ദോഷം ഉണ്ടെങ്കിലും പിന്നീട് അതൊരു ഗുണമായിട്ട് മാറും. കാരണം അതിന് മനുഷ്യന് സൗകര്യമാണ് വേണ്ടത്. ഇപ്പോൾ പെട്ടെന്നുള്ള പ്രതികരണങ്ങളൊക്കെ മോശപ്പെട്ട പ്രതികരണം ഭാവിയിൽ അവർ ഈ പറയുന്നവർ എന്നെ തിരുത്തി പറഞ്ഞുകൂടായില്ല. ഇവിടെ ഇതേപോലെ 3 ആളുകൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. ഇവിടെ റോഡൊക്കെ പൊളിച്ചിങ്ങനെ വീതി കൂട്ടാണ്, എന്താണ് അതിനെക്കുറിച്ച് നാട്ടുകാരെന്ന നിങ്ങളുടെ അഭിപ്രായം? റോഡ് പൊളിച്ച് വീതി കൂട്ടണം. നാട്ടുകാർ പറഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള സൗകര്യം വേണം.
ഓലൊക്കെ വീടാക്കി കെട്ടി പൊന്തിച്ച് ഉണ്ടാക്കി നടക്കുക. ഇതാ വേണ്ടത് നമുക്ക്. വീതി കൂട്ടി തന്നെ വേണം. നമ്മള് അഭിപ്രായം തന്നെ ബീജ് കൂട്ടണം. അതേ അഭിപ്രായം തന്നെ, റോഡ് വീതി കൂട്ടണം. നിങ്ങൾ എത്ര കാലമായി ഇപ്പൊ എടവണ്ണപ്പാറയിലേക്ക് നിങ്ങളെ ഈ ഒരു ടൗണൊക്കെ ഇങ്ങനെ വികസിക്കണതിന്റെ മുന്നേ നിങ്ങൾക്ക് ഇവിടെ കാണുമല്ലോ? അതെ, ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെതാ ആ ചെറിയ അത് 30 കൊല്ലമായി എടുത്തിട്ട്. അതിപ്പോ ഒരു ഭാഗം പൊളിച്ചു കൊടുക്കണം. എന്നാലും നിങ്ങൾ സന്തോഷത്തിലാണ്? പ്രശ്നമില്ല, ആ കാര്യത്തിൽ എല്ലാവർക്കും ഒരേമാതിരി വരിക നമുക്ക് പ്രശ്നമില്ലല്ലോ. അതാണ് അഭിപ്രായം. കാരണം ഇത് റോഡ് വീതി വാഹനം കൂടുതലാണ്. അപ്പൊ വർദ്ധിപ്പിച്ചതിനനുസരിച്ച് റോഡ് സൗകര്യം ഇല്ല. അപ്പൊ സൗകര്യം എന്നായി ഒരു മണിക്കൂറോളം ചിലപ്പം ബന്ധമുണ്ട് ഇവിടെ ലൈന്. അത് വാഹനം കൂടുതൽ കാരണം തിരിമറിയില്ല. കണ്ടമാണ് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ വളരെ സന്തോഷമാണ്. നമ്മളെ സ്ഥലം പോയിക്കോട്ടെ, പ്രശ്നമില്ല. നാടിന് നന്മ വരണം. അത് തന്നെ. ഞാൻ സത്യത്തിൽ യാദൃശികമായി നാട്ടുകാരി എന്നുള്ള നിലക്കാണ് ഞാൻ ഈ മൂന്നാളുകൾ, എനിക്ക് ഇവരെ ഒരു പരിചയവുമില്ല. അപ്പോൾ സംസാരിച്ച് നോക്കുന്ന സമയത്താണ് ഈ എടവണ്ണപ്പാറയിലെ ഒരു ബിൽഡിംഗ് ഓണർ കൂടിയാണ് അദ്ദേഹം പോലും വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു രീതിയിൽ. ഇന്നത്തെ ഈ ഒരു പ്രതികരണം വളരെ പോസിറ്റീവാണ്. ഒരാൾ പോലും ഈ ഒരു പ്രവർത്തനത്തെ നെഗറ്റീവായി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കണ്ടതിൽ 99 എന്നല്ല 100 പേരും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വികസനം നാടിന് ആവശ്യമാണ് എന്ന് തന്നെയാണ്. ക്യാമറമാൻ സുധീഷിനൊപ്പം ഉമർ അലി ശിഹാബ്, വാഴക്കാട്.